ഹലോ, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുഞ്ഞാപ്പൂടെ സ്വാഗതമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പൂൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? വിറകാണ് കേട്ടോ. പച്ച സിൽവറിനെ കൊത്തിയിട്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഉണക്കുക കേട്ടോ. വേഗം കത്തും കേട്ടോ. നമ്മൾ മഴക്കാലത്ത് മിക്ക പരിപാടി കണ്ടോ, ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പുകയെല്ലാം തട്ടിയിട്ട് വേഗം ഉണങ്ങി കിട്ടും. അന്നേരം ഞാനിപ്പോൾ 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം എടുത്ത് കത്തിക്കാണ്ട. നന്നായി നല്ലോണം ഉണങ്ങിയൊരു വിറകും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ട് കത്തും കേട്ടോ. അതാ എന്നത്തെയും രാവിലത്തെ പോലെ തലേന്ന് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഇതാ കറണ്ടില്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇതാ ചോറ് വെച്ചു. പരിപ്പാണ് കേട്ടോ കറി വെക്കുന്നത്. അതാകുമ്പോൾ തേങ്ങ അരക്കണ്ടല്ലോ, വേഗം താളിക്കാലോ. എന്നിട്ട് പരിപ്പാണ് കറി വെക്കുന്നത്. കടി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പുട്ടും പഴമായിരുന്നു, അതുകൊണ്ട് അതിനും കറി വേണ്ട. അന്നേരം അങ്ങനെ ഇന്ന് ഒപ്പിച്ചു കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇസ്തിരി ഇടാൻ തന്നെ വലിയ പ്രശ്നമാണ്. അന്നേരം കുട്ടിയൊക്കെ എന്തായാലും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇസ്തിരി ഇടാണ്ട് പറ്റൂല. ചക്കരൻ്റെ യൂണിഫോം ഉണങ്ങാത്തതുകൊണ്ട് ഇന്ന് ചക്കര കളറിട്ടിട്ടാണ് കേട്ടോ പോയത്. അവൾക്ക് ഒരു ജോഡി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ജോഡീൻ്റെ തുണി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ അടിക്കണം. അന്നേരം നമ്മളെ പഴയ ആശാനെ ഇങ്ങോട്ട് പുറത്തെടുത്തു കേട്ടോ. ഇത് അമ്മേൻ്റെ ഇസ്തിരിപ്പെട്ടിയാണ് കേട്ടോ. ഇവിടെ തറവാട് കാലങ്ങളായിട്ടുള്ള ഇസ്തിരിപ്പെട്ടിയാണ്. കറണ്ട് പോകുന്ന സമയത്ത് മാത്രമാണ് ഇയാളെ പുറത്തെടുക്കുള്ളൂ. പൊന്നൂസിനൊക്കെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ അകത്ത് ഇസ്തിരി ഇടാൻ. എന്താ വെച്ചാൽ ഭയങ്കര വെയിറ്റും ആണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ അടയ്ക്കുന്ന സംഭവം ചിലപ്പോൾ ഇങ്ങനെ ഊരി വരും. അന്നേരം അവൾക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അത് സ്വന്തം തേച്ച് ശീലമായപ്പോൾ ആദ്യമൊക്കെ ഞാൻ തേച്ച് കൊടുക്കും. പിന്നെ എനിക്ക് രാവിലെ തേക്കാൻ സമയമൊന്നും ഇല്ലാത്തപ്പോൾ അവൾ സ്വന്തം അങ്ങനെ തേച്ച് ഇപ്പോൾ ശ്രദ്ധിച്ച് തേക്കും. ചിരട്ട അങ്ങ് പാളുന്ന പാളൽ നമ്മളെ പരിപ്പൊക്കെ നന്നായി തിളച്ച് ഏകദേശം വേവാനായിട്ടുണ്ട് കേട്ടോ. അടുത്ത ചിരട്ട ഇങ്ങനെ ഇട്ട് കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ രാവിലത്തെ എൻ്റെ തിരക്ക് കൊണ്ടാണ് ഞാൻ വേഗം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കടന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഇതൊക്കെ പെറുക്കിയെടുക്കാനൊക്കെ സമയം പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ഒരുവിധം കത്തി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടു. ഇസ്തിരിപ്പെട്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇസ്തിരിപ്പെട്ടിൻ്റെ ചൂട് പോകും. അപ്പത്തേക്കുള്ള ചൂടേ കിട്ടുള്ളൂ എന്നാണ് പറയുക. എനിക്കറിയില്ല എന്താ സംഭവം എന്ന് അങ്ങനെ പറയുന്നു കേട്ടോ. അന്നേരം ഇതാ നമ്മൾ ഇസ്തിരിപ്പെട്ടിയൊക്കെ അടച്ചു കണ്ട് ഈ കെണിപ്പ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഇസ്തിരി ഇടുന്ന സമയത്ത് ഊരി വരും കേട്ടോ. അതുകൊണ്ടാണ് അവൾക്കൊരു പേടി. പിന്നെ അവൾ തന്നെ എടുത്തുകൊണ്ട് പോയി. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇസ്തിരിപ്പെട്ടിയിൽ ഇസ്തിരി ഇടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കാതെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടി ഇങ്ങനെ പിടിക്കും. പെട്ടെന്ന് തുണിയിൽ പോളിസ്റ്ററിൻ്റെ തുണിയിലൊക്കെ കൂടെ തേച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇങ്ങനെ പിടിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് വാഴൻ്റെ ഇലയിൽ പിന്നെ തേക്കുക കേട്ടോ. അന്നേരം പെട്ടെന്ന് വാഴൻ്റെ ഇല തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇസ്തിരിപ്പെട്ടിൻ്റെ അടി മിൻസായി കിട്ടും. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ തേച്ചാലും മതി. ഇവിടെ നമ്മൾ വാഴൻ്റെ ഇലയിലാണ് കേട്ടോ തേക്കുന്നത്. അതായത് ഇങ്ങനെ തേക്കുക. പൊന്നൂസ് പേടിച്ചിട്ടാണ് കേട്ടോ തുണി കൂട്ടിയിട്ടൊക്കെ പിടിക്കുന്നത്. അതിൻ്റെ പിടി ചിലപ്പോൾ ചൂടായാലോ എന്നൊക്കെയുള്ള പേടിയാണ് അവൾക്ക്. അതുകൊണ്ടാണ് തുണിയൊക്കെ കൂട്ടി പിടിച്ചേക്കുന്നത്. അപ്പം അതൊക്കെ തേക്കുള്ളൂ കേട്ടോ. ആശാത്തി എന്താ വെച്ചാൽ പേടിയാണ്, ആ സാധനം ഇങ്ങനെ ഇളകി വരുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. കറണ്ട് പിന്നെ നമുക്ക് വരുമ്പോൾ ഒരു 9:30 മണിയൊക്കെ ആയി കേട്ടോ. ഇത് പൊന്നൂസിൻ്റെ യൂണിഫോമാണ്, കഴിഞ്ഞ വർഷം എടുത്ത യൂണിഫോമാണ് കേട്ടോ. പെട്ടെന്ന് ചെളിയായ വേഗം അറിയുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട്. പക്ഷെ കോട്ടാണ് ഉണങ്ങാൻ പാടുള്ളൂ. യൂണിഫോം വേഗം ഉണങ്ങും കേട്ടോ. അതിലകത്ത് എന്തോ പേനേൻ്റെ മഷിയോ കറയോ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ജോഡിയും കൂടെ കിട്ടുകയാണെങ്കിൽ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഒരു വർഷം കൂടിയല്ലേ വേണ്ടു, വെറുതെ അടിച്ചിട്ട് എന്തിനാ വിചാരിച്ചുകൊണ്ട് ഈ വർഷം അടിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം തന്നെ ഈ വർഷം ഒപ്പിച്ചു. ഇവരാരും വലിയ കാര്യമായിട്ട് വണ്ണവും കാര്യങ്ങളൊന്നും വെക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പെയിൻറ്റ് കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടുണ്ടായി. ഞങ്ങളൊന്ന് മടക്കി അടിച്ചതൊക്കെ ഒന്ന് അഴിച്ച് അത് ലെവലാക്കി കേട്ടോ. പിന്നെ ഞങ്ങളിത് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 9:30 ആയപ്പം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞാനും കുഞ്ഞാപ്പൂ ചക്കരയുണ്ട്. ചക്കര സ്കൂളിലേക്കാണ്. അവളെ വണ്ടിയിൽ അങ്ങോട്ട് പോകാലോ വെച്ചിട്ടാണ് ഇറങ്ങിയത്. നോക്കുമ്പോൾ അവളെ വണ്ടിയിൽ നിന്ന് കുട്ടികൾ കൂടുതലുണ്ടായിരുന്നു. അന്നേരം വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ കാറിൽ തലപ്പുഴ വരെ പോയിട്ടോ. അതായത് ആ കുഞ്ഞാപ്പൂ മറ്റേ ഊട്ടിപ്പട്ടണ സിനിമയിലെ പോലെ ഉണ്ട് കേട്ടോ. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. തണുപ്പ് രാവിലെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പ് മുപ്പത്തേക്ക്. അന്നേരം സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചതാണ് കേട്ടോ. ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഞാനവിടെ വോയിസ് ഇട്ടതാണ്. ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഹായ് പറയുന്നൊക്കെ പറഞ്ഞവർ. പിന്നെ ഞങ്ങൾ നേരെ പോയി ഇത് അമ്പലത്തിലെത്തി കേട്ടോ. തലപ്പുഴ അമ്പലത്തിലാണ്. ഇത് കർക്കിടക മാസത്തിൽ ഓരോ ദിവസം നമ്മളെ നക്ഷത്രം വരുന്ന വീട്ടിൽ ആരുടെങ്കിലും പേരിലൊരു പൂജ കഴിക്കുക. അത് എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ. അന്നേരം ഇന്ന് നമ്മളതാണ്. അന്നേരം അവിടെ രസീതൊക്കെ മുറിച്ചു. അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കാണ്ട്. ഇതാണ് അമ്പലം. ഇവിടെയാണ് കാവിന് മീനത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാകുന്ന അമ്പലമാണ്. ഇതിന് മുന്നേ ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് അവിടെയാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. കാവ് 14 ദിവസം ഉത്സവത്തിന് അവിടെ അന്നദാനമൊക്കെ ഉണ്ടാവും. അന്നേരം അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ പരിപാടിയൊക്കെ ഉണ്ടാവും, സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടാവും. അവിടെ ആ മട്ടം പോലത്തെ സ്ഥലം കേട്ടോ, ഗ്രൗണ്ട് പോലത്തെ. അവിടെ സ്റ്റേജൊക്കെ കെട്ടി പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് വഴുക്കുന്നുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ നിന്നിട്ട് വഴുക്കുന്നുണ്ട്. കുഞ്ഞാപ്പോൾ 1-2 പ്രാവശ്യം സ്ലിപ്പായി പോയി. പിന്നെ ഞാൻ പിടിച്ചങ്ങനെ ഒപ്പിച്ച് നിർത്തിയതാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഇങ്ങനെ നിൽക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അന്നേരം ഇതാണ് നമ്മളെ അമ്പലം.
അന്നേരം ഇതാ നമ്മൾ വന്നു, പ്രസാദമൊക്കെ ഇതാട്ടോ, പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. വൈകുന്നേരം ഇതാ ഇന്നിപ്പോൾ കടിയെന്ന് പറയാൻ ഗോതമ്പും കൊണ്ട് റൊട്ടി പോലെ ചുടുകയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയല്ല, റൊട്ടി പോലെ ഇങ്ങനെ ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആട്ടപ്പൊടി നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ലൂസിൽ കുഴച്ചെടുക്കണം കേട്ടോ. ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി പരത്തി ചുട്ടെടുക്കുക കേട്ടോ. ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇറച്ചിക്കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്കിന്ന് പരിപ്പ് കറിയല്ല, പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കറി വേണമെന്നില്ല, ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അരെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതൊക്കെയാണ് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് ബേക്കറി വേണമെന്നൊക്കെ നിർബന്ധമുള്ളത്. ഞങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനത്തെ കടികളൊക്കെയാണ് അധികം ഉണ്ടാവുക കേട്ടോ. നമുക്കിതൊക്കെ കിട്ടിയാൽ വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതിനോടൊന്നും വലിയ പ്രിയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ ശരീരത്തിന് നല്ലത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന അവസ്ഥ പോലെയാണ് ഇന്നത്തെ കാലം. ഇതൊക്കെ ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്കൊന്നും വേണ്ട, അവിടെ അങ്ങനെ കിടന്നോളും. അരുതാണ്ട് ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ ലൂസാക്കിയിട്ട് കേട്ടോ കുഴച്ചത്. നമുക്കിങ്ങനെ പരത്താൻ പാകത്തിന് കയ്യിൽ വെള്ളം നനച്ചിട്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. അന്നേരം നമ്മൾ സിൽവറിൻ്റെ വിറകാണ് കേട്ടോ, നന്നായിട്ട് കത്തുന്നൊക്കെ ഉണ്ട്. അന്നേരം ചായ ഇതപ്പുറത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണതുണ്ടെങ്കിൽ ഞാൻ പരത്തുന്ന ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന്. ചൂടുണ്ടാവും, കൈ പൊള്ളാതെ പരത്തണം കേട്ടോ. കൈ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വാഴൻ്റെ ഇലയിൽ പരത്തിയിട്ടോ എന്തെങ്കിലും പ്ലാസ്റ്റിക് എണ്ണേൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കനം കുറച്ചിട്ട് അങ്ങനെ വെക്കുന്നവർക്ക് വെക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ പേടിയുള്ളവരുണ്ടാവും, ചിലപ്പോൾ കൈ പൊള്ളുമോ എന്നുള്ള പേടിയുള്ളവരുണ്ടാവും. അന്നേരം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നമ്മളെ വിരലിൻ്റെ പാട് അങ്ങനെ തന്നെ ഉണ്ടാവും അതിൽ. അന്നേരം ഇതിങ്ങനെ നൈസായിട്ട് പരത്തി കൊടുത്താൽ മതി. ഒരുവിധം നൈസായിട്ട്, ഓവർ നൈസല്ല, ഒരുവിധം നൈസായിട്ട് പരത്തി കൊടുക്കുക. അന്നേരം വേഗം വെന്ത് കിട്ടും. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി, അന്നേരം വേഗം വേവും കേട്ടോ. തീ അത്ര ഓവറായിട്ടൊന്നും കത്തിക്കുന്നില്ല, ഒരു മീഡിയം തീയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അന്നേരം ഇതൊക്കെ മറ്റേ നമ്മളെ ഈ ഹിന്ദിക്കാരൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദിക്കാരെ നാട്ടിലേക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ മുകളിൽ ലേശം വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. മറച്ചിടുന്നതിൻ്റെ സമയത്ത് ലേശം വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ മറച്ചിടുന്നത്. വെച്ചാൽ ഒരു ഭാഗത്ത് നമ്മൾ എണ്ണ തേച്ചിട്ടുള്ളൂ, അന്നേരം മറ്റേ ഭാഗത്തും കൂടെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് മറച്ചിടുന്നത്. ഇനിയിപ്പോൾ എണ്ണേൻ്റെ ആവശ്യമില്ലാത്തവർ വല്ല ഷുഗറും കൊളസ്ട്രോളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എണ്ണ തേക്കാതെ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ തേക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എണ്ണ തേച്ചാണ് കേട്ടോ. അതായത് ആ കടിയൊക്കെ ആക്കിയിട്ടുണ്ട്, കട്ടൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി കട്ടൻ ചായയൊക്കെ കുടിക്കട്ടെ. മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അന്നേരം ഞങ്ങളിനി ചായയൊക്കെ കുടിക്കട്ടെ. ഓക്കേ, ബായ്.